ടെലിവിഷൻ അവാർഡ് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇതിൻ്റെ ജൂറിയിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മികച്ച സീരിയലായിട്ട് അവാർഡ് കൊടുക്കാൻ ഒരു സീരിയലും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന്. ആ ഒരു രീതിയിലേക്ക് സീരിയൽ താഴ്ന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനെ തന്നെ കുറ്റം പറഞ്ഞിരിക്കും. ആക്ച്വലി വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകാം. നമ്മളിപ്പോൾ തട്ടിയും മുട്ടിയും എന്ന് പറയുന്നത് കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് കോമഡി ആണ് മെയിൻ സംഭവം, രണ്ട് നമ്മുടെ വീട്ടിൽ സംസാരിക്കണം പോലെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിലെ ആ ഒരു മേക്കിംഗ് ആണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതേപോലെ പക്ഷെ സീരിയൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് തന്നെ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഇരുന്നിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സീരിയൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിന് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ അതേ സ്ഥാനത്ത് സാധാരണ സീരിയലിന് വേണ്ടുന്ന ഈ കണ്ടന്റുകൾ കുത്തിക്കയറ്റിയപ്പോൾ ലൈക്ക് അങ്ങനെയുള്ള അമ്മയെ അറിയില്ല അച്ഛനെ അറിയില്ല ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കുത്തിക്കയറ്റി കഴിഞ്ഞപ്പോൾ അതിന് പതിയെ റേറ്റിംഗ് കൂടാൻ തുടങ്ങി. നമ്മുടെയൊക്കെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ റേറ്റിംഗ് കൂടിയാണെങ്കിൽ സീരിയൽ പോകുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ പ്രൊഫഷൻ അതാണ്. അപ്പോൾ അങ്ങനെ പോയെങ്കിലേ നമുക്ക് നിലനിൽക്കുള്ളൂ. അപ്പൊ അത് ആൾക്കാരും അതിന് ഒരു കാരണമാണെന്ന് വേണ്ടി ഞാൻ പറയാം. ഓഡിയൻസും അതിനൊരു റീസൺ ആണ്. അവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കാണാൻ താല്പര്യമുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ നല്ല രീതിയിൽ തുടങ്ങി പൊക്കോണ്ടിരുന്ന ഒരു സംഭവത്തിന് റേറ്റിംഗേ ഇല്ല. ആ സീരിയൽ നിർത്തേണ്ട അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനത്തെ മസാലാസ് ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കയറിയത്. എല്ലാ ആൾക്കാരെയും കുറ്റം പറയുന്നതല്ല, ഞാൻ പറഞ്ഞ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് വ്യൂവേഴ്സ്, ഒരു വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നാറുണ്ട് കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇത് രസമായിരുന്നു. നമ്മുടെ വീട് ഇതേ കണ്ടന്റ് തന്നെ കുറച്ച് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും അല്ലെങ്കിൽ ഒക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഒക്കെ എടുത്തിരുന്നെങ്കിൽ രസമായിരുന്നു. അത് എന്റെ കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും അത് ദഹിക്കണം എന്നില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞാണത്. പക്ഷെ അങ്ങനെയുള്ള ഈ തട്ടിമുട്ടിയും പോലുള്ളത് മാത്രമേ ഒരു പക്ഷെ ആൾക്കാർക്ക് രസിക്കുള്ളായിരിക്കും, എനിക്കറിയില്ല. അത് ഈ സാധാരണ രീതിയിൽ സംസാരിച്ച് പോകുന്ന അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് രസിക്കുള്ളായിരിക്കും, എനിക്കറിയില്ല. എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ആരും പൊങ്കാലിടുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, ഞാൻ ഈ റീസെൻ്റായിട്ട് ഇപ്പം ഒരു ഓൺലൈൻ മീഡിയാസിൻ്റെ അധികവും ഇപ്പം നമുക്കറിയാം ഒരു വിഭാഗം ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ അതിലുള്ള തമ്പ് കണ്ടിട്ടുള്ള മരിച്ചവർ എന്നുള്ളതിൽ ശാലു കുര്യൻ്റെ ഒരു ഫോട്ടോയും കൂടിയും ഇന്നിപ്പോൾ റീസെൻ്റായിട്ട് കണ്ടതാണ്. അത്തരം രീതികൾ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാരണം നമ്മളെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു അവർക്ക് അതിനകത്തൊരു ആത്മസന്തോഷം കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആണല്ലോ. എന്തായാലും എല്ലാവർക്കും മോണിറ്റൈസേഷൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ചെറുകിട ആൾക്കാരൊക്കെ നിന്നിപ്പോ ഈ കൂണ് പോലെയാണ് ഇഷ്ടംപോലെ ചാനൽസ് ഉള്ളത്. അപ്പൊ അവർ ഈ ഇപ്പൊ എന്റെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു, എന്റെ ഫോട്ടോ വെച്ച് തമ്മനയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്നെ മാത്രമല്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. ഒരാളുടെ മാത്രമേ ഉള്ളൂ, ശരത്ത് മാത്രമേ ഉള്ളൂ അതിന് മരിച്ച ആളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇത് കണ്ടാലല്ലേ ആൾക്കാർ നോക്കുകയുള്ളൂ, കാണുകയുള്ളൂ. അങ്ങനെ കണ്ടാലല്ലേ വ്യൂസ് കൂടുതൽ കിട്ടുള്ളൂ, ഇവർക്ക് പൈസയും കിട്ടുള്ളൂ, യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് എന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് അരി മേടിക്കാൻ പറ്റുന്നെങ്കിൽ അല്ലെ പൈസ കിട്ടുന്നെങ്കിൽ അവരുടെ വീട്ടില് ഒരു മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മരുന്ന് മേടിക്കാൻ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ, ഇതിനൊക്കെ ആ പൈസ ഉപകാരപ്പെടുമെങ്കിൽ നല്ല സന്തോഷം. നിങ്ങൾ ഇനിയും ചെയ്ത് കുഴപ്പമില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്.